ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 29ാമത്തെ ചാപ്റ്ററാണ് ബയോ മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫ് പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുക, ബയോ മോളിക്യൂൾസ് എന്ന് പറയുക. ബയോ മോളിക്യൂൾസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് that govern the common activities of living organism, carbohydrates, proteins and liquids. അപ്പോൾ ഇതൊക്കെയാണ്, അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫ് പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സുകളാണ് ആര്, ബയോ മോളിക്യൂൾസ്. അതിന് എക്സാമ്പിളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, വൈറ്റമിൻസ് അങ്ങനെ വരുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഫോട്ടോസിന്തസിസ് വഴിയാണ്, പ്ലാന്റുകൾ നടത്തുന്ന ഫോട്ടോസിന്തസിസ് വഴിയാണ് കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യണത്. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാനുണ്ട്. അതിലൊന്നാമത്തത് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിലൊന്നാമത്തത് മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ പോളിഹൈഡ്രോക്സിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സിൽ കീറ്റോൺ, ഈ രണ്ട് ഗ്രൂപ്പുകൾ ഇങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എന്താണ്, അവർക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ബേസിക് ഫോമിലായിട്ട് അവർ മാറും. അതിനെയാണെന്ന് പറയുക മോണോസാക്കറൈഡ്സ് എന്ന് പറയുക. ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസിനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്, അതാണ് എന്ത്, മോണോസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സ് രണ്ടാമത്തേതാണ്, ഡൈസാക്കറൈഡ്സ് ആണ്. അതായത് രണ്ട് മോണോസാക്കറൈഡ്സുകൾ കൂടി ചേർന്നാണ് എന്ത്, ഡൈസാക്കറൈഡ്സ്. അടുത്തത് ഒളിഗോസാക്കറൈഡ്സ്. ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, അതായത് 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ്സുകൾ കൂടി ചേർന്നാണ് എന്ത് പറയുക, ഒളിഗോസാക്കറൈഡ്സ്. 2 ആണെങ്കിൽ ഡൈസാക്കറൈഡ്സ്, 2 തൊട്ട് 10 വരെയുള്ള 10 വരെ മോണോസാക്കറൈഡ്സുകൾ കൂടി ചേർന്നതിനെയാണ് ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയാം. ഇനി 10നേക്കാളും കൂടുതൽ അത്രയും മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നതിനെയാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയാം. ഇതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, ഒളിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്. ഇനി നമുക്ക് പ്രോട്ടീനെ കുറിച്ച് നോക്കാം. ഇതാണ് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇവിടെ കാർബോഹൈഡ്രേറ്റുകളുടെ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നിങ്ങൾ നമ്മുടെ ഗൈഡിൽ നോക്കിയിട്ട് വരച്ച് പഠിക്കണം കേട്ടോ, മേ ബി ചോദിക്കാവുന്നതാണ്. ഇനി പ്രോട്ടീൻ എങ്ങനെയാണ്? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നിട്ടുണ്ടാവുന്നതാണ് പ്രോട്ടീനുകൾ എന്ന് പറയാം. കാർബോഹൈഡ്രേറ്റിൻ്റെ ബേസിക് ഫോമുകളാണ്, ഏറ്റവും ബേസിക് ഫോമാണ് ഗ്ലൂക്കോസ്. ഇനി ഗ്ലൂക്കോസുകൾ കൂടിച്ചേർന്നിട്ട് ഏറ്റവും ബേസിക് ഫോമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ സൂക്രോസ്, ഗാലക്ടോസ്, അങ്ങനെ പല പല ഫോമുകൾ അതിലുണ്ട്. പ്രോട്ടീൻ്റെ ഏറ്റവും ബേസിക് ഫോം എന്താണ്, അമിനോ ആസിഡ്സ് ആണ്. ഇനി എങ്ങനെയാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ ചെയിൻ ഈസ് കോൾഡ് പ്രൈമറി സ്ട്രക്ചർ. ഇറ്റ്സ് പ്രൈമറി സ്ട്രക്ചർ. അതായത് പ്രോട്ടീൻ എന്ന് പറയുന്നത്, പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടീൻ ഇൻഫോർമേഷൻസ്. ഇപ്പോൾ പ്രോട്ടീൻ എന്താണ്, നമ്മൾ DNA ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും നിർണ്ണയിക്കുന്നത് എന്താണ്, പ്രോട്ടീനുകളാണ് അല്ലേ. അപ്പോൾ അതിലുള്ള ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യുന്ന അമിനോ ആസിഡുകളുടെ സ്ട്രക്ചറാണ് പ്രൈമറി പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഇനി പെപ്റ്റൈഡ് ബോണ്ട് എന്താണെന്ന് നോക്കാം. പ്രോട്ടീനുകളിൽ കാണപ്പെടുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. Proteins are made up of many alpha amino acids which join together by the formation of an amide bond between NH2 group of one amino acid and carboxyl group of another. അപ്പോൾ എങ്ങനെയാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്? അമിനോ ആസിഡ്സ്, ആൽഫ അമിനോ ആസിഡ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്, പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനി ഇവരെങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ, ഒരു അമിനോ ആസിഡിൻ്റെ അമൈഡ് ഗ്രൂപ്പും അടുത്തതിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിലാണ് ബോണ്ട് വരുന്നത്. ഒരെണ്ണത്തിൻ്റെ അമൈഡ് ഗ്രൂപ്പും ഒരെണ്ണത്തിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിലാണ് ബോണ്ട് വരുന്നത്. ഇനി when two amino acids combine in this way the resulting product called dipeptide. അപ്പോൾ എന്താണ്,
ഇങ്ങനെ ഉണ്ടാവുന്ന അമിനോ ആസിഡുകൾ 2 എണ്ണം ഇതുപോലെ കൂടിച്ചേർന്നാൽ, അതായത് ഒരെണ്ണത്തിൻ്റെ അമൈഡും ഒരെണ്ണത്തിൻ്റെ കാർബോക്സിലിക് ആസിഡും 2 എണ്ണം ഇങ്ങനെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് പറയാം? ഡൈപെപ്റ്റൈഡ് എന്ന് പറയാം. ഈ ഡൈപെപ്റ്റൈഡുകൾ ഫോം ചെയ്യുന്ന ബോണ്ടാണ് എന്ത്? പെപ്റ്റൈഡ് ബോണ്ട്. അമിനോ ആസിഡുകൾക്കിടയിൽ ഉണ്ടാവുന്ന ബോണ്ടാണ് എന്ത്? പെപ്റ്റൈഡ് ബോണ്ട്. അതെങ്ങനെയാണ്? ഒരെണ്ണത്തിൻ്റെ അമൈഡ് ഗ്രൂപ്പും ഒരെണ്ണത്തിൻ്റെ കാർബോക്സിലിക് ഗ്രൂപ്പും തമ്മിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൽ അമിനോ ആസിഡിൻ്റെ ആൽഫ അമിനോ ആസിഡിൻ്റെ പ്രൈമറി സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ വരച്ച് പഠിക്കണം കേട്ടോ. അമിനോ ആസിഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ പ്രോട്ടീനും കോൺജുഗേറ്റഡ് പ്രോട്ടീനും. സിമ്പിൾ പ്രോട്ടീനും കോൺജുഗേറ്റഡ് പ്രോട്ടീനും. സിമ്പിൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഒരു അമിനോ ആസിഡ് കിട്ടാം. ഒരു പ്രോട്ടീനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു അമിനോ ആസിഡ് കിട്ടുകയാണെങ്കിൽ അതിനെ സിമ്പിൾ പ്രോട്ടീൻ എന്ന് പറയാം. ഇനി ഈ സിമ്പിൾ പ്രോട്ടീനെ പിന്നെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഫൈബറസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും. ഫൈബറസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോളിബിൾ ആയിട്ടുള്ള ആനിമൽ പ്രോട്ടീൻസ് ആണ് എന്ത്? ഫൈബറസ് പ്രോട്ടീൻസ്. കൊളാജൻ, ഇലാസ്റ്റിൻ, കെരാറ്റിൻ എന്നൊക്കെ പറയുന്നത്. ഇനി ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്? അവർ വാട്ടറിൽ ആസിഡ്സ്, ബേസിൽ, ആൽക്കഹോളിലൊക്കെ എന്താണ്? സോളിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ഗ്ലോബുലിൻ, ഹീമോഗ്ലോബിനൊക്കെയാണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഇനി 2ാമത്തെ ടൈപ്പാണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്. അത് ഒരു പ്രോട്ടീനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു അമിനോ ആസിഡ് അല്ല, ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡുകൾ കിട്ടാം. അല്ലെങ്കിൽ എന്താണ്? അമിനോ ആസിഡുകൾ ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് കമ്പോണൻസുകൾ കിട്ടാം. ഇതൊക്കെയാണ് എന്ത്? കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. പ്രോട്ടീൻസ് ആർ സ്ട്രക്ചറൽ കോമ്പൗണ്ട്സ് ഓഫ് സെൽസ്. സെല്ലിൻ്റെ സ്ട്രക്ചറൽ കോമ്പൗണ്ട്സ് ആണ് എന്ത്? പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് നോൺ ആസ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. നമ്മളിപ്പോൾ എൻസൈമുകൾ എന്ന് പറയണമെങ്കിൽ എന്താണ്? പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഇവർ ഡിഫൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പഠിച്ചില്ലേ? ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? പ്രോട്ടീൻസ് ആണ്. എ പ്രോട്ടീൻ കോൾഡ് ഫൈബ്രിനോജൻ ഹെൽപ്പ് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. ബ്ലഡിൻ്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലീഡിങ് നിർത്താനായിട്ട് എന്താണ്? ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് ഡിഫെൻസ് മെക്കാനിസത്തിൽ പിന്നെ പല കാറ്റലിസ്റ്റുകളായിട്ട് എൻസൈമുകളൊക്കെ, അതൊക്കെ എന്താണ്? പ്രോട്ടീൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി നമുക്ക് എൻസൈമുകളെ കുറിച്ച് നോക്കുമ്പോൾ എൻസൈംസുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. പല ടൈപ്പ് എൻസൈമുകളെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി എൻസൈംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എൻസൈംസ് സ്പീഡ് അപ്പ് ബയോകെമിക്കൽ റിയാക്ഷൻസ് അപ് ടു 10 million ടൈംസ് കമ്പയർഡ് ടു ദ അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ. ഈ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ആ റേറ്റ് കൂട്ടുന്നവരാണ് എന്ത്? ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാത്ത കെമിക്കൽ റിയാക്ഷനേക്കാളും 10 million ടൈംസ് എന്താണ്? വേഗത്തിൽ നടക്കും. എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് റാപ്പിഡ്ലി അറ്റൈൻ ഇക്ലിബ്രിയം. അവരെങ്ങനെയാണ്? പെട്ടെന്ന് ആ റിയാക്ഷൻ ഇക്ലിബ്രിയത്തിലേക്ക് എത്തിച്ചേരും. എൻസൈംസ് ആർ ഹൈലി എഫിഷ്യൻറ്റ് ആൻഡ് റേറ്റ് ആർ നീഡഡ് ഇൻ സ്മോൾ എമൗണ്ട് ഓൺലി. അവർ ഭയങ്കര എഫിഷ്യൻ്റാണ്, പക്ഷെ അവരുടെ അളവ് എത്ര മതി? കുറച്ച് മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എൻസൈംസിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചില പ്രോട്ടീനുകൾ, ചില ക്ലാസ് ഓഫ് പ്രോട്ടീനുകളും അവരുടെ ഫങ്ഷൻസും ആണ്. അതിലൊന്നാമത്തത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ് ആൻഡ് അതർ ന്യൂട്രിയൻസ്. ഇവരുടെയൊക്കെ ട്രാൻസ്പോർട്ടാണ്. ഇപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ പോലെ. ന്യൂട്രിയൻ്റ് ആൻഡ് സ്റ്റോറേജ് പ്രോട്ടീൻസ്. സ്റ്റോറേജ് പ്രോട്ടീൻസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എംബ്രിയോ. അതായത് എംബ്രിയോൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോട്ടീനുകളാണ് സ്റ്റോറേജ് പ്രോട്ടീനുകൾ. സ്ട്രക്ചറൽ പ്രോട്ടീൻ ഈ ബയോളജിക്കൽ സ്ട്രക്ചർ, സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇനി എൻസൈംസ് എങ്ങനെയാണ്? ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. റെഗുലേറ്ററി പ്രോട്ടീൻസ് റെഗുലേറ്റ് സെല്ലുലാർ ഓർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. ഇനി ഡിഫൻസ് പ്രോട്ടീൻസ് അവരെന്താണ്? നമുക്ക് ഇമ്മ്യൂണിറ്റി തരാം. ഡിഫൻസ് മെക്കാനിസത്തിൽ അവർ അല്ലെങ്കിൽ
എന്താ പറയുക, പാത്തോജൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളൊരു കാര്യം, പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ള കാര്യമാണ് ന്യൂക്ലിയോടൈഡുകൾ. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിൽ 3 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ RNA DNA ഒക്കെ പാഠം നമ്മളിവിടെ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്, ഒരു ബേസ് ഉണ്ടാവും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാവും. ഇത് 3ഉമുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഒരു പെൻറ്റോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്, ഇതുള്ളതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം. ഈ ന്യൂക്ലിയോടൈഡുകൾ പല ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ DNA RNA ഒക്കെ ഉണ്ടാവുന്നത്. DNA-യുടെയും RNA-യുടെയും ഡിഫറൻസുകൾ പഠിക്കാട്ടോ. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA എന്ന് പറഞ്ഞാലോ, RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോസ് ന്യൂക്ലിക് ആസിഡ്. ഇനി DNA-യിലുള്ള പെൻറ്റോസ് ഷുഗറാണ് ഡിയോക്സി റൈബോസ്, RNA-യിലുള്ളത് റൈബോസ് ഷുഗറാണ്. ഇനി DNA നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതേപോലെ തന്നെ RNA ബേസുകളാണ് അഡിനിൻ, യുറാസിൽ, ഇവിടെ തൈമിന് പകരം യുറാസിലാണ്, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ എപ്പോഴും തൈമിനായിട്ട് പെയർ ചെയ്യുക, അതേപോലെ RNA-യിലാണെങ്കിൽ തൈമിന് പകരം യുറാസിലായിട്ടാണ് പെയർ ചെയ്യുക. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനാണ് പെയർ ചെയ്യുക. അഡിനിൻ തൈമിൽ അല്ലെങ്കിൽ അഡിനിൻ യുറാസിൽ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടായിരിക്കും. ഇനി ഗ്വാനിൻ സൈറ്റോസിൻ ബോണ്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടായിരിക്കും. ഇനി DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചറാണ്, ഇങ്ങനെ ഗോവണി പോലെയുള്ള സ്ട്രക്ചറാണ്. RNA എന്ന് പറഞ്ഞാലോ സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചറാണ്. ഇതും കൂടി ഒന്ന് നോക്കണം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊഴുപ്പ്. ലിപ്പിഡ്സ് ആർ ബയോമോളിക്യൂൾസ് വിച്ച് ആർ ഇൻസോളിബിൾ ഇൻ വാട്ടർ ആൻഡ് സോളിബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് ബെൻസീൻ, ഈതർ ഓർ ക്ലോറോഫോം. അപ്പോൾ ലിപ്പിഡ്സ് എങ്ങനെയാണ്, വാട്ടറിൽ ഇൻസോളിബിൾ ആണ്, പക്ഷേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ബെൻസീൻ, ഈതർ, ക്ലോറോഫോമിലൊക്കെ സോളിബിൾ ആണ്. ഇനി ലിപ്പിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ലിപ്പിഡ്സ് സിമ്പിൾ ലിപ്പിഡ്സ് ഉണ്ട്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഉണ്ട്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ഉണ്ട്. സിമ്പിള്, കോമ്പൗണ്ട്, ഡിറൈവ്ഡ്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those lipids which are esters and yield fatty acids and alcohol upon hydrolysis are called simple lipids. അതായത് സിമ്പിൾ ലിപ്പിഡ്സിനെ എന്ത് ചെയ്യാം, അവരെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും അതേപോലെ തന്നെ ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു ആൽക്കഹോളും കിട്ടും. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുക, സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുക. ഇനി കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇതേപോലെ തന്നെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും ആൽക്കഹോളും കിട്ടും, അതിൻ്റെ കൂടെ ഫോസ്ഫോറിക് ആസിഡ്, ഷുഗർ, പ്രോട്ടീൻസ് അതൊക്കെ കിട്ടും. അങ്ങനെയുള്ളതിനെയാണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുക. സിമ്പിൾ ലിപ്പിഡ് എക്സാമ്പിളാണ് ഓയിൽ, ഫാറ്റ്, വാക്സ് ഒക്കെ. കോമ്പൗണ്ട് എക്സാമ്പിളാണ് ഷുഗർ, പ്രോട്ടീൻസ് ഒക്കെ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമല്ല, അത് കൂടാണ്ട് വേറെ കുറേ കോമ്പൗണ്ട്സും കൂടെ കിട്ടും. ഇനി ഡിറൈവ്ഡ് ലിപ്പിഡ്സ് പറഞ്ഞു കഴിഞ്ഞാലോ കോമ്പൗണ്ട്സ് വിച്ച് ആർ ഫോംഡ് ഫ്രം ഓയിൽസ്, ഫാറ്റ്സ് എക്സെട്ര. അതായത് സിമ്പിൾ ലിപ്പിഡുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കുന്ന ലിപ്പിഡുകളാണ് എന്ത്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. അതിന് എക്സാമ്പിൾ എന്താണ്, ഇവർ സ്റ്റിറോയിഡ്സ് ഒക്കെ എന്താണ്, ഈ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. അതുപോലെ ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ എന്താണ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. ഇനി ലിപ്പിഡ്സിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്. ലിപ്പിഡ്സിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഫാറ്റ്സ് ആർ മെയിൻ ഫുഡ് സ്റ്റോറേജ് കോമ്പൗണ്ട്സ് ആൻഡ് സെർവ് ആസ് എ റിസർവോയർ ഓഫ് എനർജി. അവരെന്താണ്, ഫുഡ് സ്റ്റോറേജ് അതേപോലെ തന്നെ എനർജി തരുന്നവരാണ്. ഫാറ്റ് നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. സ്റ്റിറോയിഡ്സ് കൺട്രോൾ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ലിവിങ് ഓർഗാനിസം. സ്റ്റിറോയിഡ്സ് എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പ്രസൻസ് ഓഫ് ഓയിൽസ് ഓർ ഫാറ്റ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എഫിഷ്യൻറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് A, D, E, K. വൈറ്റമിൻസ് ആയിട്ടുള്ള, അതായത് ഫാറ്റിൽ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ A, D, E, K ഇവരുടെ അബ്സോർപ്ഷൻ എന്ത് വേണം, ഫാറ്റ് ആവശ്യമാണ്. സം എൻസൈംസ് റിക്വയർ ലിപ്പിഡ് മോളിക്യൂൾസ് ഫോർ മാക്സിമം ആക്ഷൻ. ചില എൻസൈമുകൾ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ മാക്സിമം അവിടെ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം,
ഫാറ്റിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ലിപ്പിഡ്സിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്. ഇനി എൻസൈം ആക്ഷൻ കൂടെ നമുക്ക് നോക്കാട്ടോ. എൻസൈമും അതേപോലെ തന്നെ സബ്സ്ട്രേറ്റും. അപ്പോൾ ഓരോ എൻസൈമുകളും ഓരോ സൈറ്റുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ഓരോ സെല്ലുകളിൽ പോയിട്ട് അവർ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ലോക്ക് ആൻഡ് കീ പോലെയാണ്. ഓരോ എൻസൈമിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള സബ്സ്ട്രേറ്റുകൾ വന്നാൽ മാത്രമാണ് അവർക്ക് അവിടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടാണ് എൻസൈം ആക്ഷൻ അവിടെ നടക്കുന്നത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, മനസ്സിലാക്കി പഠിച്ചാൽ മതി. നേരത്തെ പോലെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചേഴ്സ് നിങ്ങൾ വരച്ച് പഠിക്കണം കേട്ടോ. അതുപോലെ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ വരച്ച് പഠിക്കണം. ഇത്രയുള്ളൂ, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.